വാൽപ്പാറ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരായിരുന്നു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഡ്രൈവറായ മുഹമ്മദ് ഫയാസ് 21 വയസ്സുകാരനാണ്. നൌഷാദ് അലി എന്ന് പറയുന്നത് പാങ് GLPSലെ സ്കൂൾ ഡ്രൈവറാണ്. ഇവർ രണ്ടുപേരുമാണ് ICUവിൽ തുടരുന്നത്. അവർ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. സഹദിൻ മുഹമ്മദ് എന്ന 11 വയസ്സുകാരൻ മരിച്ച സജിതയുടെ പാചകത്തൊഴിലാളിയായ സജിതയുടെ മകനാണ്. ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. വാൽപ്പാറ അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത് 13 പേരായിരുന്നു. അതിൽ 9 പേരാണ് മരിച്ചത്. മറ്റ് 4 പേരിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ചികിത്സയും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. അവരുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് വന്നിട്ടുമുണ്ട്. ഡോക്ടർമാരുടെ സംഘമടക്കം കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു. ഇതോടൊപ്പം മലപ്പുറം DMOയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഫയാസ് ആയിരുന്നു ഈ ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവർ. അദ്ദേഹത്തിന് ശരീരമാസകലം ക്ഷതം ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ടെസ്റ്റുകളും കാര്യങ്ങളും അതേമാതിരി CT സ്കാന് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ കാര്യമായി വലിയൊരു പ്രയാസമില്ലാത്ത ലെവലിലാണ് ഡോക്ടർമാർ സംസാരിച്ചത്. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ മെഡിക്കൽ സംഘം വന്നിരുന്നു. അവർ ഇത്രയും നേരം ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. വന്ന ഒരു എല്ലാ കാര്യങ്ങളും അവരും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ ഇതിൽ ഷിഫ്റ്റ് ചെയ്യേണ്ട, ഒന്നും കൂടി ഇമ്പ്രൂവ്മെൻ്റ് അതിൻ്റെ ശേഷം ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നൌഷാദ് അലി ഈ പാങ് സ്കൂളിലെ ഡ്രൈവറായിരുന്നു. അദ്ദേഹവും ഈ വിനോദസഞ്ചാരത്തിനായി ഇവർക്കൊപ്പം പോയിരുന്നു. അദ്ദേഹത്തിനും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. അദ്ദേഹവും ICUവിൽ ചികിത്സയിലാണ്. കാരണം ഫ്രാക്ചറുണ്ട്, ഇടുപ്പിന് പരിക്കുണ്ട്, ബ്ലീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. 48 മണിക്കൂർ നേരം നിരീക്ഷണത്തിലായിരിക്കും എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും എന്നതാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സഹദിൻ മുഹമ്മദ് കുട്ടിയാണ്, 11 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മോണിറ്റർ ചെയ്ത് വരികയാണെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കുറെ കൂടി സങ്കടകരമാണ് സഹദിൻ മുഹമ്മദിൻ്റെ കാര്യം. കാരണം ഈ അപകടത്തിൽ സഹദിൻ്റെ അമ്മ സാജിദ മരണപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ നേരത്തെ മരിച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ വാർഡിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് സഹദിനും. വാളയാർ പോലീസ് ടീം അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കും എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ അത് ഷിഫ്റ്റിംഗ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സ തുടരുന്നു. മറ്റ് കേരളത്തിൽ നിന്ന് ഡോക്ടർമാരടക്കം ഇക്കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് വരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. നാട്ടിൻപുറത്തെ സ്കൂളാണ്. ഈ സ്കൂളിലെ എല്ലാവരും അവിടുത്തെ ആളുകളുമൊക്കെയായി തന്നെ വലിയ തോതിൽ തന്നെ കണക്റ്റഡാണ്. അങ്ങനെ ഈ നാടിന് വലിയ നടുക്കമാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. കളിച്ചിരിയോടെ അല്ലാതെ ഇവരെ ആരെയും തന്നെ നാട്ടുകാർ കണ്ടിട്ടില്ല. അവരോടൊക്കെ തന്നെ വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഈ വേനലവധിക്കാലത്ത് വിനോദസഞ്ചാരത്തിനായി പോയതാണ്. പോയി കഴിഞ്ഞ് മടങ്ങി വരവ് അതൊരു ഒരു ദുരന്ത യാത്ര തന്നെയായിരുന്നു. തിരിച്ചുള്ള വരവ് വലിയ സങ്കടത്തിലാണ് നാട്. 3 പേർ ഇവിടെയാണ് ചികിത്സയിൽ കഴിയുന്നത്. അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കോയമ്പത്തൂർ.